ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. വെൽക്കം ടു ഓട്ടോ ഡ്രിഫ്റ്റ് 360. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പുതിയതായിട്ട് കാർ എടുക്കുന്നുണ്ടോ? 10 ലക്ഷത്തിൻ്റെ അടിയിലാണോ നിങ്ങളുടെ ഒരു കാർ വാങ്ങാനുള്ള ലക്ഷ്യമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ബയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നല്ല മെയിൻ്റെനൻസ് കുറവ്, അതായത് മൈലേജ് കൂടുതൽ, ഹൈ റീസെയിൽ വാല്യൂ, സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി, സ്പെയർ പാർട്സും കാര്യങ്ങളൊന്നും വലിയ തലവേദന ഇല്ലാതെ കിട്ടുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ 10 ലക്ഷത്തിന് താഴെയുള്ള ബെസ്റ്റ് കാറുകൾ ഏതാണെന്ന് അറിയും. മാരുതി സ്വിഫ്റ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. നല്ല ഡിസൈനാണ്. ഏകദേശം 6.5 ലക്ഷം മുതൽ 10 ലക്ഷത്തിന് താഴെയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷത്തിൽ ഏകദേശം നല്ല മോഡലൊക്കെ കിട്ടും. VXI ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് കൂട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രീമിയം ഹാച്ച് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബലേനോ കൺസിഡർ ചെയ്യാം. അതല്ല കുറച്ചുകൂടി വലിയ വണ്ടി വേണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രോൺസ് നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഇനി അതല്ല ഫാമിലിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വാഗനർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ചീപ്പാണ്. ഏകദേശം ഒരു 8 ലക്ഷത്തിനൊക്കെ നല്ലൊരു മോഡൽ കിട്ടും കേട്ടോ. ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. സെഡാൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആകെ 2 സെഡാൻ മാത്രമേ നമുക്ക് 10 ലക്ഷത്തിന് താഴെ കിട്ടുള്ളൂ. അതിലൊന്ന് ഡിസയർ ആണ്, രണ്ടാമത്തത് ഹോണ്ടയുടെ എമേസ് ആണ് കേട്ടോ. ഇപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വെഹിക്കിളാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ മെയിൻ്റെനൻസ് കുറവാണെന്ന് നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡിസയർ നിങ്ങൾക്ക് നോക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, രണ്ടും 5 സ്റ്റാർ ആണെങ്കിലും കുറച്ചുകൂടി ഒരു പ്രീമിയസ് ലുക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമേസ് എടുക്കാം കേട്ടോ. രണ്ടും ഏകദേശം എനിക്ക് തോന്നുന്നു എമേസിൽ മാത്രമാണ് ഈ സെഡാൻ സെഗ്മെൻറ്റിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ 10 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ റിലേറ്റീവ്ലി 10 ലക്ഷത്തിൻ്റെ മേലെയാണ് വരിക, എന്നാലും അഡാസ് 2 ലെവൽ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണം, പ്രീമിയം ഫീല് വേണം, എന്നാൽ അത്രത്തോളം പൈസയും ആവാൻ പാടില്ല. അങ്ങനെ ഒരു മിഡിൽ സെഗ്മെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ഹ്യുണ്ടായിലേക്കാണ് കേട്ടോ. ഒരു i20ൻ്റെ ബേസ് മോഡലും കാര്യങ്ങളൊക്കെ കിട്ടും 10 ലക്ഷത്തിന് താഴെ. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. ഇനി അതല്ല കുറച്ചുകൂടി വലിയ വണ്ടി വേണം, അങ്ങനെയാണ് മൈക്രോ SUV കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ട്. അത് അടിപൊളിയാണ്, വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾക്ക് ആ വണ്ടി കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലിയിലേക്കാണ് കുറച്ച് ലെങ്ത്തും വീൽ ബേസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രാൻഡ് ഐ10 നിയോസ്, അത് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊരു സ്റ്റാർട്ടിംഗ് സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം സിറ്റിയിലേക്കൊക്കെ യൂസ് ചെയ്തിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ, കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് ഗ്രാൻഡ് ഐ10 നിയോസ് കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ വണ്ടിയാണ് നിങ്ങൾ ഈ സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് കണ്ണുപൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്നാണ് പുതിയതായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള വെന്യൂടെ കേട്ടോ. ഹ്യുണ്ടായി വെന്യൂ ബേസ് മോഡൽ, അത് HX2 ആണ് എൻ്റെ ഒരു ഓർമ്മയിൽ, പെട്രോളാണ് വരുന്നത്. അതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രം കയറ്റിയാൽ മതിയാവും കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് കിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കിയേൻ്റെ ബേസ് മോഡൽ കാര്യങ്ങളും 10 ലക്ഷത്തിൻ്റെ അറൗണ്ട് ആയിട്ട് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 9-നും 10-ൻ്റെയും നടുവിലായിട്ട് വരും. ഏകദേശം 78 വരും, 9-78 ആയിട്ട് വരും കേട്ടോ. ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും പിന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും വില കുറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ്റ്റിയും കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ പഞ്ച് എടുക്കാം കേട്ടോ. ടാറ്റ ആൾട്രോസ്, മഹീന്ദ്ര SUV 3XO, ഈ മൂന്നെണ്ണമാണ് ഞാൻ പറയാം. ഇനി അതല്ല ഒരു ബൊലേറോ താല്പര്യമുള്ള ആളാണെങ്കിൽ ബൊലേറോ നിയോ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. 10 ലക്ഷത്തിന് താഴെ സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബാഡ് റോഡ്സിനൊക്കെ ബെസ്റ്റാണ്. അപ്പം ഇനി അടുത്തത് നോക്കേണ്ടത്, നിങ്ങൾ റിച്ച് ഇൻ ഫീച്ചർ ആണ് നിങ്ങൾ നോക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും നോക്കില്ല. ഫീച്ചർ റിച്ച് ആയിട്ടുള്ള 10 ലക്ഷത്തിന് താഴെ അടിപൊളി വണ്ടി വേണം, ലുക്ക് വൈസ് ഫീച്ചർ വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി നിസാൻ മാഗ്നൈറ്റ് ആട്ടോ. നിസാൻ മാഗ്നൈറ്റ് എടുക്കുകയാണെങ്കിൽ, അതേപോലെ റെനോ കൈഗറും, അതും ഈ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആട്ടോ. അത്രയും റിച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, മോഡേൺ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ടർബോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേരിയൻസിലൊക്കെ ഉണ്ട്. ലോ ഓണർഷിപ്പ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കമ്പയർ ടു അതർ വെഹിക്കിൾസ്. പിന്നെ കുറച്ച് എന്താ പറയുക, സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതാണ് ആകെ ഒരു നെഗറ്റീവായിട്ട് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് ഇനി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ 3XO കേട്ടോ. XUV 3XO ആണ്. MX1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നിങ്ങൾക്ക് എടുക്കാം. അത് അടിപൊളി മോഡലാണ്, നിങ്ങൾക്ക് അത് വേണം നോക്കാം. കൈലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, സ്കോഡ കൈലാക്ക്. നിങ്ങൾ പെർഫോമൻസ് മാത്രമാണ്, ബിൽഡ് ക്വാളിറ്റി ഒബ്വിയസ്ലി ഉണ്ട്, ആണ് നിങ്ങളുടെ പ്രൈമർ അജണ്ട എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോകേണ്ട വണ്ടി കൈലാക്കാണ് കേട്ടോ. കുറച്ച് മെയിൻ്റെനൻസും അതേപോലെ സ്കോഡേൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് അതും നിങ്ങൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു പ്രശ്നമില്ലാത്ത വണ്ടി കൈലാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര വണ്ടികൾ നിങ്ങൾക്ക് നോക്കി നോക്കാം, അടിപൊളിയാണ്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിൻ്റെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഏത് മോഡലാണ്, ഏത് റേഞ്ചിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കൺഫ്യൂഷൻ മാറാനുള്ള വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.